നമസ്കാരം, ഞാൻ ആദിത്യ. കൊട്ടിയം മന്ന മെമ്മോറിയൽ NSS കോളേജിലെ 1ാം വർഷ ഫിസിക്സ് ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ AEC പേപ്പറായ ഫുഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണിത്. ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന വിഭവത്തിൻ്റെ പേര് റവ കേസരി. അത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് പോകും. കേസരി ഉണ്ടാക്കുന്നതിനായിട്ട് 2 കപ്പ് റവ വേണം, 1 കപ്പ് പഞ്ചസാര, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ 100 ഗ്രാം വീതം വേണം, പാലും അതുപോലെ തന്നെ വെള്ളവും ഓരോ ഗ്ലാസ് വീതം, നെയ്യ് ആവശ്യത്തിന്, നിറത്തിനായി കുറച്ച് മഞ്ഞൾ, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. അത് ഓപ്ഷണലാണ്, നമുക്ക് ഫ്ലേവറിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. ആദ്യമായി നമ്മൾ ഒരു പാൻ എടുക്കുകയാണ്, ഒരു ഫ്രൈങ് പാൻ എടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പാൻ എടുക്കുക. ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുത്തിട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ആദ്യം മുന്തിരിങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം. മുന്തിരിങ്ങ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ചൂട് കൂടാൻ പാടില്ല. ചൂട് കൂടിയാൽ ആ പരുവം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് മാക്സിമം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുക. കളർ ഇപ്പോൾ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കേണ്ടത്. കുറച്ച് നെയ്യുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. കരിയാൻ പാടില്ല. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. കേസരിയിൽ ആവശ്യമായ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇപ്പോൾ നമുക്ക് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത റവയാണ് നമുക്ക് വറുത്തെടുക്കാനുള്ളത്. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് റവ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 250 ഗ്രാമിനടുത്ത് വരും. റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പം റോസ്റ്റഡ് റവയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിതിപ്പം വറുത്തെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരില്ല. ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, കരിയാനും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. കളറൊന്ന് മാറി വന്നു, അത്രയും മതി. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആ അളവിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം റവ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തരിയാവാതെ നല്ലതുപോലെ ഇളക്കി ഒരു പരുവം എത്തുമ്പോൾ വരെ ഇളക്കി കൊടുക്കുക. ഞാൻ മഞ്ഞളാണ് ചേർക്കുന്നത് കളറിന് വേണ്ടി. മഞ്ഞൾ ഇപ്പോൾ നമ്മൾ പൊടിയായിട്ട് ഇടുവാണെങ്കിൽ അത് തരിയായിട്ട് നിൽക്കാനും ഒരു ടേസ്റ്റ് വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വെള്ളം ഫോമിലാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരത്തില്ല, തരിയായിട്ട് കിടക്കത്തുമില്ല, നല്ല രുചിയായിരിക്കും കഴിക്കുമ്പോൾ. നല്ലതുപോലെ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മൾ നല്ലതുപോലെ ഇളക്കുക.
അപ്പോൾ നമുക്ക് അത് മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് പഞ്ചാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചാര എന്ന അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയിൽ പകുതി മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കും. ഇനി നമുക്ക് ബാക്കി പഞ്ചസാര കൂടി ഇട്ട് മിക്സ് ചെയ്യണം. മധുരം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. നല്ലതുപോലെ എല്ലായിടത്തും പഞ്ചസാര മധുരം എത്തത്തക്ക രീതിയിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടിയാവാൻ പാടില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കണം. കേസരിയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമുക്ക് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചൂടിൽ തന്നെ ഒരു ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, കാരണം നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് കട്ടിയായി പോയാൽ നമുക്കത് മോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മുടെ കേസരിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഇതൊരു ഓപ്ഷണലാണ്, കുറച്ച് ഏലക്ക പൊടിച്ചത്. ഞാനിപ്പോൾ 2 ഏലക്ക പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് എടുത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിപ്പം എടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കുക. ഫ്ലെയിം അണയ്ക്കാം. ഇനി നമ്മൾ മൗൾഡിങ്ങിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അതിനായി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ലതുപോലെ മോൾഡ് ചെയ്തെടുക്കുക. നമുക്കിതിപ്പോൾ ഈ ഷേപ്പിൽ തന്നെ എടുക്കണമെന്നില്ല. ചെറിയ ചെറിയ ബാളുകളായിട്ടോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.